മുത്തശ്ശി, തീരെ വയ്യ മുത്തശ്ശി. വയറൊക്കെ ഭയങ്കര വേദനയാ. എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശി? എന്തിനാ മുത്തശ്ശി കരയുന്നത്? അത് പിന്നെ ഒരു കുഴപ്പമില്ല മോളെ, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞ. പിന്നെ മുത്തശ്ശി എന്തിനാ കരയുന്നത്? അത് പിന്നെ മോളുടെ കിടപ്പ് കണ്ടിട്ട് കരഞ്ഞത്. അവൾക്ക് എങ്ങനെയുണ്ട് ലക്ഷ്മിക്ക്? ഒന്നും അറിയില്ല മോളെ, അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞ്. കുഴപ്പമില്ലേ? പിന്നെങ്ങനെ എനിക്ക് കുഴപ്പമുണ്ടായത്? എന്റെ ഉള്ളിലാണോ ആ മരുന്ന് ചെന്നത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ മോളെ. എന്റെ പായസം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണല്ലോ. അവളുടെ പായസത്തില് നമ്മൾ മരുന്ന് കലർത്തുകയും ചെയ്തല്ലോ. പിന്നെ എന്താ മുത്തശ്ശി സംഭവിച്ചേ? എന്തു മറിമായെന്നറിയില്ല മോളെ. മോളുടെ അച്ഛനും ഉണ്ണിയൊക്കെ വലിയ വിഷമത്തില. അവരൊക്കെ പുറത്തു നിൽക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കുഞ്ഞിനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, വയറ് കീറി മുറിയുന്ന വേദനയാ. മോള് കിടന്നു, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും മോളെ. വേദന പറയാനായിട്ട് എന്തെങ്കിലും മരുന്ന് തരാൻ ഡോക്ടറോട് പറയാം കേട്ടോ. മോള് കിടന്നു, കണ്ണടച്ച് കിടന്നു. മോള് കരയണ്ട. ഉണ്ണി, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോണം. ഒരിക്കലും ലക്ഷ്മിയുടെ കീഴിൽ ജീവിക്കാൻ കരുണമോള് തയ്യാറാവില്ല. അവിടെ പിന്നെ അവക്ക് ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി തകരുന്ന കാഴ്ച എന്റെ മോള് കൺമുമ്പിൽ കാണണം. അമ്മേ, എന്താ അമ്മേ? കുഞ്ഞിന്റെ കാര്യം മോള് കണ്ടപ്പോ ചോദിച്ചത്. എന്നിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ? പറയാൻ പറ്റുമോ? ഇനി ഡോക്ടറെ കൊണ്ട് പറയിച്ചേ പറ്റൂ. അവര് നമ്മളെ കാണണമെന്ന് പറഞ്ഞല്ലോ. എടാ, എനിക്ക് തോന്നുന്നില്ല കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് ഇത് പറഞ്ഞാൽ അവള് സഹിക്കുമെന്ന്. അത് പിന്നെ സഹിക്കാൻ പറ്റുമോ അമ്മേ? ലക്ഷ്മിയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിട്ട് കൊണ്ടു നടന്നതാ അവൾ ആ കുഞ്ഞിനെ. ആ കുഞ്ഞിനെ ഇപ്പൊ നമ്മുടെ മോക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നേ. ഇതിന് മാത്രം എന്ത് പാപം ചെയ്തിട്ടാണോ എന്റെ കുഞ്ഞിനും നമുക്കും ഇതൊക്കെ സംഭവിച്ചത്? എടാ, ഇന്നലെ വീട്ടിൽ വന്ന ഒരു ധർമ്മക്കാരന് ഞാൻ 10 രൂപ കൊടുത്തടാ. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഒരു 1 രൂപ തൊട്ട് വഞ്ചിയിൽ എപ്പോഴും ഇടുന്നുണ്ട്. എന്നിട്ട് ആ ദൈവങ്ങൾക്ക് പോലും കണ്ണിച്ചോരയില്ലാതായി പോയി. ദൈവങ്ങളല്ല ഇപ്പൊ ലക്ഷ്മിയുടെ കൂടെ അമ്മേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ജാതകത്തിലെ ഗജകേസരി യോഗവും നീചഭംഗ രാജയോഗവും ഒക്കെ ഉണ്ടെന്ന് കുടുംബ ജ്യോത്സ്യര് പറഞ്ഞെന്നു മോഹിനി പറയുമ്പോ ഞാൻ പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള യോഗം ഉള്ളതുകൊണ്ടാ അവളുടെ അച്ഛനെ നേരത്തെ വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. ഇപ്പൊ എന്തായി? അവൾക്ക് എല്ലാ രാജയോഗവും ഉണ്ട്. ഗജകേസരി യോഗം അവളുടെ തലയ്ക്ക് ചുറ്റിനും കിടന്ന് തത്തി കളിക്കുവാ.
തലയ്ക്ക് മുകളിൽ ശുക്രൻ ഉദിച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ? അവളുടെ നട്ടുച്ചയിൽ തന്നെ ശുക്രൻ കയറി അങ്ങ് കൂടിയിരിക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ കാല് വയ്യാത്ത ഒരുത്തരെ കെട്ടിട്ട് അവൾക്ക് ഇതുപോലുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോടാ പ്രതാപ? കരുണമോളോട് ഇതെങ്ങനെ പറയുമെന്നൊന്നും പറഞ്ഞതാ. അയ്യോ, എനിക്കൊന്നും അറിയാൻ മേലേ. എന്നെ കണ്ടപ്പോ എന്റെ മോള്, എന്റെ മുത്തശ്ശി, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരേ നിലവിളിയാ. അവളുടെ മുഖത്തോട്ട് പോലും നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്റെ പ്രതാപ. അതാ അമ്മേ ഞാൻ പോയി കാണാത്തത്. ഞാൻ ചെല്ലുമ്പോഴും ഈ കുഞ്ഞിന്റെ കാര്യമായിരിക്കുമല്ലോ ആദ്യം ചോദിക്കേ. ആ, എടാ ഉണ്ണി, ചിരിച്ചോണ്ടിരിക്കുന്ന എന്റെ മോളെ കാണാനാടാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. കല്യാണത്തിന് മുമ്പ് അതും മാത്രമേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നിന്നെ കെട്ടിയതിനു ശേഷം എന്റെ മോക്ക് കണ്ണീരൊഴിഞ്ഞൊരു നേരം ഉണ്ടായിട്ടില്ല. ശരിക്ക് പറഞ്ഞ കണ്ണീര് കുടിക്കാനായിട്ടൊരു കല്യാണം, അതാണ് നീയുമായിട്ടുള്ള എന്റെ മോളുടെ ഒത്തുചേരല്. വാടാ, നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാം. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും നടന്ന കാര്യങ്ങൾ മോളോടൊന്ന് പറയിപ്പിക്കാം. നീ ഇവിടെ നിന്നോ, വാ. ഇവനെ കൊണ്ട് വലിയ ഗുണമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ പ്രതാപ. അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവനെ അങ്ങ് തോണ്ടിക്കളഞ്ഞാലോ? ഇവനില്ലെങ്കിലും നമ്മുടെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ അമ്മ ഈ പറയുന്നേ? ഗംഭീരമായിട്ടാണ് മോളുടെ കല്യാണം നമ്മൾ നടത്തിയത്. ആ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ വന്നവരൊക്കെ ലക്ഷ്മിയുടെ വിധി ഓർത്ത മൂക്കത്ത് വിരൽ വെച്ചത്. താലി കിട്ടിയത് പോലും അവൻ വീൽ ചെയറിലിരുന്നോണ്ടാ. അതൊക്കെ കണ്ട് ഇങ്ങനൊരു അവസ്ഥ ലക്ഷ്മിക്ക് വന്നല്ലോന്നാ എല്ലാരും പറഞ്ഞേ. എന്നിട്ടിപ്പോ നമ്മുടെ മോടെ താലി ഇറക്കുകയും അവള് താലി കഴുത്തിലിട്ടോണ്ട് നടക്കുകയും ചെയ്താലേ അന്ന് കല്യാണത്തിന് വന്നവരൊക്കെ കണ്ട നമുക്കല്ലേ അമ്മയെ കുറച്ചില്. ഓ അയ്യോ, ഈ അയലത്തുകാരുടെയും ബന്ധുക്കളുടെ ഒക്കെ നാവടപ്പിക്കാൻ വേണ്ടിട്ടാ പലരും കടിച്ചു തൂങ്ങി ഓരോരോ കുടുംബത്തിൽ കിടക്കുന്ന. ഒരു കാര്യം നിനക്കറിയാമോ പ്രതാപ? ഇവനെ കാഴ്ച കാണാൻ പോലും കൊള്ളത്തില്ല ഈ ഉണ്ണിയെ. 1-2 ദിവസമേ അവൻ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നില്ലേ? അവനെ രാവിലെ കണ്ടു കഴിഞ്ഞ അന്നത്തെ ദിവസം എന്റെ കയ്യോ കാലോ തട്ടും. ഇനിയിപ്പൊ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് മോളുടെ മനസ്സിലാക്കാൻ നോക്കല്ലേ. ഓ, കുഞ്ഞൊക്കെ പോയി, അതുകൊണ്ട് ഇനി ഇവനെ അവൾ അംഗീകരിക്കുമെന്തോ. എന്തൊക്കെ പറഞ്ഞാലും അവൻ കാണാൻ സുന്ദരനല്ലേ? ആ, കാഴ്ചക്ക് കൊള്ളാം. എന്നാ കൈയും കാലും കൂടെ കെട്ടി ഉമ്മർത്ത് കൊണ്ടിരുത്ത്. വഴിയെ കൂടെ പോകുന്നവരൊക്കെ കണ്ട് രസിക്കട്ടെ. വരുന്നുണ്ടോ ഇങ്ങോട്ട്? ആ, ആ വാ ഇരിക്ക. മോളുടെ കുഞ്ഞു പോയ വിവരം പറഞ്ഞോ അച്ഛനും അമ്മൂമ്മേ? ഞാൻ കയറി കണ്ടില്ല ഡോക്ടറെ. എന്താ കാണാത്തത്? കുഞ്ഞു പോയ കാര്യം പറഞ്ഞൂടായിരുന്നോ? എന്തിനാ നിങ്ങൾ കരയുന്നേ? കൊച്ചുമോളുടെ കുഞ്ഞിനെ കൊന്നിട്ട്. ഡോക്ടറെ അങ്ങനെ പറയല്ലേ. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് ഈ ഭാഷയിലല്ല മറുപടി തരേണ്ടത്. നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നേ? ആ കുട്ടിയുടെ ഉള്ളിച്ചെന്ന മരുന്നിന്റെ തീവ്രത വെച്ച് നോക്കുകയാണെങ്കിലേ നിങ്ങളീ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും നാട്യമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരച്ഛനും അമ്മൂമ്മേ, കൊച്ചുമോളോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മരുന്നൊക്കെ ആ കൊച്ചിന് കൊടുക്കുവോ? ഡോക്ടറെ, ശരിക്കും അവക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മരുന്നല്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ ഭാഗ്യക്കേടിന് അവള് വേറൊരാള് കുടിക്കാൻ വെച്ചിരുന്ന പായസം എടുത്ത് കുടിച്ചതാ. അത് ശരി. അപ്പൊ വേറെ ആരെയോ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു? അയ്യോ, അങ്ങനെയല്ല ഡോക്ടറെ, അല്ല. നീ എന്തോ ഈ പറയുന്ന?
ഡോക്ടറെ, എനിക്ക് വീട്ടിലൊരു പശുവുണ്ട്. അതിന് പാല് കുറവാ. അതുകൊണ്ട് പാൽപായസത്തിൽ ഈ വൈദ്യര് പൊടിയിട്ട് തന്നിട്ട് അത് കൊടുക്കാൻ പറഞ്ഞതാ. അതെ അതെടുത്ത് മോള് കുടിച്ചു കളഞ്ഞു. നിങ്ങളുടെ വീട്ടിലെ പശു പാൽപ്പായസാണോ കുടിക്കുന്നേ? അല്ല, ഈ പാൽപായസത്തിലാണ് ആ മരുന്ന് കലക്കി കൊടുക്കേണ്ടെന്ന് വൈദ്യര് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ എന്റെ ഡോക്ടറെ. മൃഗങ്ങൾക്ക് മധുരമൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ. വീട്ടിലെ പശുക്കള് പാലും പാൽപായസവും ഒക്കെ കുടിക്കും ഡോക്ടറെ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റൂ അവിടെ തൊഴുത്തുണ്ടോ പശു ഉണ്ടോന്നൊക്കെ. എന്റെ തറവാട്ടില് പശു ഉണ്ട് ഡോക്ടറെ, പശു തൊഴുത്തും ഉണ്ട്. അവിടെയായിരുന്നു മോളെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് കൊണ്ടുപോയതാ. എന്നിട്ട് കൊടുത്തല്ലോ, വളരെ നല്ല ഭക്ഷണം തന്നെ കൊടുത്തു. നിങ്ങൾ രണ്ടും കൊലയാളികളാ. അതും ജനിക്കാത്ത ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിന്റെ കൊലയാളികളാ. ഞങ്ങൾ എന്തു വേണമെങ്കിലും തരാം. ഞങ്ങളെ മോളോട് അവളുടെ കുഞ്ഞു പോയെന്ന് അവക്കൊരു പരിക്കും പറ്റാത്ത രീതിയിൽ ഒന്ന് പറയണം. നാണോ ഇല്ലടോ തനിക്കിത് പറയാൻ? ലക്ഷങ്ങൾ താൻ എനിക്ക് തന്നെന്ന് കരുതി കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന മാറുവോടോ? ഡോക്ടറെ, ഡോക്ടർക്ക് എന്റെ മകന്റെ പ്രായമല്ലേ ഉള്ളൂ. ഒരമ്മയുടെ വേദനയൊന്ന് ഓർത്തു നോക്കിയേ. ഒന്ന് പറയണം, ഞങ്ങളുടെ കുഞ്ഞിനോട് കാര്യങ്ങൾ ഒന്ന് പറയണം. ഒരു പെൺകുട്ടിക്ക് കുഞ്ഞ് ജനിക്കുന്നതും അവൾക്ക് സുഖപ്രസവം നടക്കുന്നതുവാ ഞങ്ങൾ ഡോക്ടർമാർക്ക് സന്തോഷം. അല്ലാതെ അവളുടെ കുഞ്ഞു പോയിന്ന് പറയാനേ എല്ലാ ഡോക്ടേഴ്സിനും വേദനയാ, മടിയാ. പിന്നെ ഓരോരോ ഗതികേടുണ്ടാക്കി വെച്ചാ ഇതുപോലെ പറയാതെ നിവൃത്തിയില്ലല്ലോ. ഇപ്പൊ അങ്ങോട്ട് നടക്ക്. മഹിയ, ഞാനാകെ പേടിച്ചുപോയി. നമുക്ക് ഒന്നങ്ങോട്ട് പോണ്ടേ കണ്ണേട്ടാ? എന്തിനാ പോകുന്നേ? പോയി കഴിഞ്ഞാലും പഴി മുഴുവൻ തനിക്കായിരിക്കും. താൻ പ്രാർത്ഥിച്ചു വിഷം കൊടുത്തു എന്നൊക്കെ പറയും തന്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയൊക്കെ. അതൊക്കെ കേൾക്കാൻ എന്തിനാ പോകുന്നേ? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മയും ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. തന്റെ അമ്മ അങ്ങോട്ട് പോയായിരുന്നോ? അമ്മ അങ്ങോട്ട് പോണ്ടാന്ന് കരുണയുടെ അച്ഛനും മുത്തശ്ശിയും വിലക്കിയിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അല്ല, ഞാൻ ചോദിച്ചത് കണ്ണേട്ടൻ കേട്ടായിരുന്നോ? എന്താ ഇതിനിടയിൽ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണേട്ടാ. അതൊക്കെ ഡോക്ടർമാർക്ക് മനസ്സിലായി കാണും. അതല്ല, ഇന്നലെ ആ സ്വാമി വന്ന് കരുണയ്ക്ക് കുടിക്കാനുള്ള പായസമാണ് അദ്ദേഹം കുടിച്ചത്. എന്നിട്ട് നമുക്ക് കുടിക്കാനായിട്ട് എടുത്ത പായസമാണ് അമ്മ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചത്. ഇന്നലെ എനിക്കും വയറിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനി ആ സ്വാമി ഇട്ട ഭസ്മത്തില് എന്തെങ്കിലും കലർന്നിട്ടുണ്ടാവോ? തന്റെ അമ്മ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച പായസത്തില് സ്വാമി ഭസ്മം കലർത്തിയില്ലായിരുന്നല്ലോ. ആ, അതും ശരിയാ. അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ദിവ്യശക്തിയുള്ള അമ്മയാ ആ സ്വാമിയെ തന്റെ വീട്ടിലേക്ക് വിട്ടത്. അങ്ങനെയുള്ളപ്പോ തനിക്ക് ദോഷം വരുന്നൊരു കാര്യം ആ സ്വാമി ചെയ്യോ? ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ ആ വഴിക്കുള്ള സംശയങ്ങളൊന്നും വേണ്ട. ഇനി ഇതെങ്ങാനും കരുണയുടെ അച്ഛനും അവളുടെ മുത്തശ്ശി അറിഞ്ഞാ മതി. കുഞ്ഞിനെ ഞാനും താനും കൂടെ കൊന്നെന്നായിരിക്കും പിന്നീട് അവരുടെ പറച്ചില്. ഇപ്പൊ തന്നെ ആ രീതിയിലൊക്കെ സംസാരിച്ചെന്നാ അമ്മ പറഞ്ഞത്. ചിലപ്പോ എന്നെയും തന്നെയും കൊല്ലാൻ വേണ്ടിയിട്ട് കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ എന്തെങ്കിലുമൊക്കെ പായസത്തിലും ഭക്ഷണത്തിലും ഒക്കെ കലർത്തിയിട്ടുണ്ടാവും. അത് ചിലപ്പോ കഴിച്ചത് അവരായിരിക്കും. അതിനൊന്നും സാധ്യതയില്ല. ഞാൻ ഇടയ്ക്ക് ഡോക്ടറെ ഒന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇനിയിപ്പോ അതൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ല.
കുഞ്ഞു പോയില്ലേ? കുഞ്ഞു പോയ വിവരം കരുണ അറിഞ്ഞു കാണോ? പാവം. അറിയാതെ പിന്നെ? അവളിനി അബോധാവസ്ഥയിലാണെങ്കിൽ അത് പെട്ടെന്നൊന്നും പറയാനുള്ള സാധ്യത ഇല്ല കണ്ണേട്ടാ. പറയുമ്പോ പറയട്ടെ, ചിലപ്പോ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം ഇങ്ങനൊരു വിധി അവൾക്ക് കൊടുത്തത്. ഇതിലൂടെ അവൾ നന്നാവുന്നെങ്കിൽ നന്നാവട്ടോ. അപ്പോ തനിക്ക് നല്ലൊരു അനിയത്തി കിട്ടുമല്ലോ, തന്നെ സ്നേഹിക്കുന്ന ഒരു അനിയത്തി. അങ്ങനെ ചിന്തിക്കേ. എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ടോ? ഉണ്ട് ഡോക്ടർ. അത് മരുന്നിന്റെ എഫക്റ്റാ. ഉള്ളില് നല്ല പോയിസണാ ചെന്നിരിക്കുന്നേ. എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? നമ്മള് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക വേണ്ടേ? ഇത് മനഃപൂർവ്വം വരുത്തിവെച്ച വിനയാ. കുഞ്ഞിന് നിറം വയ്ക്കാനും കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവാനും ആണെന്നും പറഞ്ഞ് ചില നാട്ടുവൈദ്യന്മാരോരോ മരുന്നുകൾ തരും. അത് അമിതമായ അളവിൽ ഉള്ളിൽ ചെന്നാ പ്രശ്ന. അതിന് ഞാനൊന്നും കഴിച്ചില്ലല്ലോ ഡോക്ടർ? ആര് പറഞ്ഞു കഴിച്ചിട്ടില്ലാന്ന്? തന്നവര് തന്നെ വിഷം ഇറക്കി. അതുകൊണ്ടാണല്ലോ എല്ലാം നോർമലായത്. ഞങ്ങള് ഡോക്ടേഴ്സിന് പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാ ഉള്ളില് നാട്ടുമരുന്ന് ചെന്നിരിക്കുന്നെ. എന്റെ കുഞ്ഞിന്റെ കാര്യം പറ ഡോക്ടർ. ഇത്രയൊക്കെ കേട്ടിട്ടും കുട്ടിക്ക് കുഞ്ഞിന്റെ കാര്യം മനസ്സിലായില്ലേ? കരുണയ്ക്ക് ഇനി അമ്മയാവാൻ കഴിയും. അതിന് തടസ്സമൊന്നുമില്ല. ഇവിടെ എത്തിയ ശേഷം കുട്ടിക്ക് ബോധമില്ലായിരുന്നു. അതിനിടയിൽ തന്നെ കുഞ്ഞു പോയി. കേക്കൂ. ഇഞ്ചക്ഷൻ എടുക്കൂ. കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. കുട്ടി ബഹളം ഉണ്ടാക്കല്ലേ? പിടിക്ക, കൈ പിടിക്ക. കിടക്കൂട്ടി. കുറച്ച് സമയം ഉറങ്ങട്ടെ. പെട്ടെന്നുള്ള ഷോക്കാ. ഉറക്കം ഉണർന്ന ശേഷം വീണ്ടും വയലന്റ് ആവുകയാണെങ്കിൽ എന്നെ വിളിക്കണം. ശരി മാം. ഓക്കെ. എന്റെ കുഞ്ഞിന് മനസ്സിന് തട്ടി കൊടുക്കണേ.
എല്ലാം താങ്ങാനുള്ള ശക്തി എന്റെ കുഞ്ഞിന്റെ മനസ്സിന് കൊടുക്കണേ. ശക്തി കൊടുക്കണേ എന്റെ ആറ്റാലമ്മച്ചേ. നമസ്കാര 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 നമസ്കാരം. ഡോക്ടറെ, പറഞ്ഞു പറയാൻ പാടില്ലാത്ത കാര്യം. എന്നിട്ട് എങ്ങനെയുണ്ട് ഡോക്ടറെ എന്റെ മോള്? അത് പറയേണ്ട കാര്യമുണ്ടോടോ? ഊഹിച്ചൂടെ തനിക്ക്? ആ കുട്ടിയുടെ സമനില തെറ്റിന്നാ തോന്നുന്നേ. അയ്യോ ഡോക്ടറെ, ഇവിടുന്ന് നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോന്നറിയില്ല. എന്റെ ഭഗവാനെ, എന്തായാലും ഇന്ന് തന്നെ ഡോക്ടർ ചെറിയാനെ ആ കുട്ടിയുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ സൈക്കാട്രിസ്റ്റാ. ഇപ്പോ അങ്ങനെ ഒരാളുടെ സേവനം അത്യാവശ്യം. അത്രയ്ക്ക് മനോനില തകർന്നു കഴിഞ്ഞു ആ കുട്ടിയുടെ. നിങ്ങൾ ആ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ? നിങ്ങൾക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? പഴഞ്ച സിദ്ധാന്തമായിട്ട് നടക്കുന്നവര് ഓരോന്ന് ചെയ്യുമ്പോ നിങ്ങൾ വേണ്ടേ അതൊക്കെ തടയാൻ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഡോക്ടർ. അയ്യോ, ആര് പറഞ്ഞറിയില്ലായിരുന്നെന്ന്? ഡോക്ടറെ ഡോക്ടറെ, ഇവനറിഞ്ഞിട്ടാ എല്ലാം ചെയ്തത്. അതുകൊള്ളല്ലോ, സമയമായപ്പോ നീ പരിശുദ്ധനാകാൻ പോവാ. ആ ശരി ശരി, ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇവിടെ കിടന്ന് നിങ്ങൾ വഴക്കിടണ്ട. ഡോക്ടറെ, മോളെ എങ്ങനെയെങ്കിലും പഴയപടി ഒന്നും ആക്കി തരണേ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാണ് നിങ്ങളുടെ കൊച്ചുമോള്. ആ നഷ്ടത്തിന്ന് അത്ര പെട്ടെന്നൊന്നും കരുണ തിരികെ എത്തില്ല. ഇനി അടുത്തൊരു കുഞ്ഞിന് ആ കുട്ടി ജന്മം നൽകുന്നത് വരെ. അല്ല, അതിന് തടസ്സമൊന്നുമില്ലല്ലോ ഡോക്ടറെ? സാധാരണഗതിയില് തടസ്സമൊന്നും ഉണ്ടാവില്ല. എങ്കിലും വിശദമായ ഒരു ചെക്കപ്പിന്റെ ആവശ്യമുണ്ട്. അതിന് ആദ്യം ഇതൊന്ന് കഴിയട്ടെ. അതിന് ഈ കുട്ടിയൊന്ന് നോർമൽ ആവട്ടെ. ആ എന്നാ ശരി. കാര്യം എന്താണെങ്കിലും മോൾ അറിഞ്ഞല്ലോ അമ്മേ. ഇനി സാവകാശം നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കാം. അതിനിടയ്ക്ക് അവൻ ഡോക്ടറുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കുക. നമ്മള് പഴഞ്ചനാന്ന് പറഞ്ഞപ്പോ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഉണ്ണിക്കുട്ടാ, നിന്റെയും ഞങ്ങളുടെ കൊച്ചിന്റെയും വിജയത്തിന് വേണ്ടിട്ടാ ഞങ്ങൾ ഈ വേണ്ടാത്ത പണിയൊക്കെ കാണിക്കുന്നത്. അത് മനസ്സിലാക്കി ഞങ്ങളെ നീ മിനിമം വേദനിപ്പിക്കാണ്ടെങ്കിലും ഇരിക്കണം. അല്ലെങ്കിൽ ഈ ദേഷ്യവും സങ്കടവും വേദനയും എല്ലാം കൂടെ നിന്റെ ദേഹത്ത് തീർക്കും ഞങ്ങള്. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാ തീർക്ക്. ഞാനൊന്നും മിണ്ടാതെയും പറയാതെ നിൽക്കുന്നു കരുതിയിട്ട് ഏത് നേരവും എന്നെ വഴക്ക് പറഞ്ഞും കളിയാക്കി രസിക്കരുത് ആരും. ഇതിനൊന്നും ഞാനല്ല ഉത്തരവാദി. അവനെ കൂടുതലൊന്നും പറയണ്ടമേ. അവനും കുഞ്ഞു പോലെ വിഷമം കാണും. അങ്ങനെ അവന് വിഷമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന്റെ കാര്യം എങ്ങനെയെങ്കിലും നടക്കണം. ഇനിയിപ്പൊ നിന്റെ സ്വത്തിലായിരിക്കും അവന്റെ കണ്ണ്. അതൊരിക്കലും അവന് കിട്ടില്ലെന്ന് അവനറിയാം. അവനാദ്യം അവന്റെ മുതൽ ഇങ്ങ് കൊണ്ടുവരട്ടെ. എന്നിട്ട് പെണ്ണിന്റെ സ്വത്ത് മോഹിച്ചാ മതി. നമുക്ക് ഒന്നകത്തു പോയി മോളെ കണ്ടാലോ അമ്മേ? നമുക്ക് രണ്ടുപേർ കൂടെ പോകാൻ പറ്റുമോ? അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ, നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. വാ.
മോളെ മോളെ അവളെ കൊല്ല നോക്കിയിട്ട് എന്റെ കുഞ്ഞിനെ കാണുന്നല്ലേ എന്റെ സകല പ്രതീക്ഷയില്ലാതാക്കില്ലേ മോള് അങ്ങനെ അങ്ങനെ ഞങ്ങള് ചെയ്യുവോ? നടന്നതെന്താന്ന് മോക്കറിയാലോ. പിന്നെ എങ്ങനെയാ മരുന്ന് മാറി എന്റെ വയറ്റിൽ തന്നെ എത്തിയത്? അത് പറ, അതെങ്ങനെയാന്ന് പറ. മോളെ കാണണ്ട, എനിക്ക് ആരെയും കാണണ്ട. എന്റെ മുന്നിൽ പോ. മോളെ ഇതിന് നല്ലത് ഞാൻ മരിക്കുന്നതാ. മോളെ ഇനിയെങ്കിലും എനിക്ക് ജയിക്കണമെന്ന് കരുതിയതാ. എന്നിട്ട് ഞാൻ തോറ്റുപോയില്ലേ, മോളെ തകർന്നു പോയില്ലേ? മോളെ പോകാനല്ലേ പറഞ്ഞേ? എനിക്ക് ആരെയും കാണണ്ട. എന്റെ കുഞ്ഞിനെ കൊന്നു. എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നു. അവള് ജയിച്ചു, ഞാൻ തോറ്റുപോയി. എന്നെ എല്ലാരും കൂടി തോൽപ്പിച്ചു. പോകരുത്. ഇറങ്ങി പോകാൻ. പോകാനല്ലേ പറഞ്ഞത്? പോ. പോ. അതെ, ഒന്ന് പുറത്തേക്ക് പോകൂ പ്ലീസ്. മോളെ വന്നേ മോള് കിടക്ക്, കിടന്നേ, ഇറങ്ങി പോ. റിലാക്സ്. എന്റെ കുഞ്ഞു പോയി, എന്റെ കുഞ്ഞു പോയി, എന്റെ കുഞ്ഞു സമാധാനത്തിൽ കിടക്ക്, വിഷമിക്കാതെ. എന്റെ കുഞ്ഞു പോയി, എന്റെ കുഞ്ഞു പോയി. അതെ, ഇനിയിപ്പോ മാർക്കോയും ലോപ്പസിനെയൊക്കെ ശല്യം ചെയ്യുന്നത് ശരിയല്ല മഞ്ജു. ഞാൻ പറഞ്ഞല്ലോ, തോമസ് സാറിനെ പോലെ തന്നെ അവർക്കും എന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമായിട്ടില്ല. ആ നിലയ്ക്ക് ജീവിക്കണമെന്നും പറഞ്ഞ് ഇനി അവരുടെ മുന്നിലേക്ക് പോകുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാഗരേട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷെ എന്തെങ്കിലും ഒരു ജോലി ഇല്ലാതെ കുടുംബം മുന്നോട്ട് പോവോ സാഗരേട്ടാ? ഒരു കാര്യം ചെയ്യാം, ഞാനേ 1-2 വളകൾ തരാം. അത് പണയം വയ്ക്കോ വിൽക്കോ ചെയ്. ഇപ്പോ സ്വർണത്തിനൊക്കെ വലിയ വിലയല്ലേ. അത് വെച്ചിട്ട് കുറച്ചു മാസമെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റിയേക്കും. അതൊന്നും വേണ്ട. ഈ വളയൊക്കെ നിന്നെ ഇപ്പോ വെറുക്കുന്നവർ വാങ്ങി തന്നതാ. നിന്റെ അമ്മയും കരുണേട്ടത്തിയൊക്കെ. അത് ഞാൻ വിറ്റ് കാശാക്കുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും കരുതണ്ട സാഗരേട്ടാ. വിൽക്കാൻ മടിയാണെങ്കിലേ പണയം വെച്ചോളാം, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പൈസ കിട്ടുമ്പോ എടുത്തു തന്നാ മതി. അല്ലാതെ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാഗരേട്ടാ, പെട്ടെന്ന് ആരുടെയെങ്കിലും മുന്നിലോട്ട് ചെന്ന് നിന്നാ ആരെങ്കിലും ജോലി തരുമോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. നിന്റെ സ്വത്തും സ്വർണമൊക്കെ കണ്ടിട്ടാ നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് വന്നേന്ന് പൊതുവിലൊരു പറച്ചിലുണ്ട്. മേഘനും അവന്റെ വീട്ടുകാരും പറയുന്നത് പോട്ടെ, കണ്ണൻ സാറും നിന്റെ ഏട്ടത്തിയൊക്കെ ആ രീതിയിലാ ചിന്തിക്കുന്നത്. അവരുടെയൊക്കെ തെറ്റിദ്ധാരണ മാറണം.
ആരുടെയും കനിവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മുടെ ഇല്ലായ്മ നമ്മൾ മാത്രം അറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ, ആഡംബര ജീവിതം തൽക്കാലം മറക്കുവാണെങ്കിൽ, ഉറപ്പായിട്ടും വളയം പിടിച്ച ഈ കൈക്ക് നമ്മുടെ കുടുംബവും നന്നായിട്ട് ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആരുടെയും മുന്നിലേക്ക് ഞാനില്ല. അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാനും ഞാൻ ഒരുക്കമല്ല. പോട്ടെ. പ്രതാപേട്ട, മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? മിണ്ടരുത് നീ. മോളങ്ങ് ചത്തുപോയെന്ന് പറഞ്ഞാ നിനക്ക് വലിയ സന്തോഷമായിരിക്കും. നിന്റെ പിറന്നാൾ ദിവസം സംഭവിച്ചേ നിന്നെ കൊണ്ട് ഞാനത് പറയിക്കണേ. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. അമ്മേ വിടാൻ. നിങ്ങൾക്ക് അറിയേണ്ടതല്ല ഞാൻ പറഞ്ഞുതരാം. മകൾക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മുത്തശ്ശനാ. എന്നിട്ടും സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ. എന്റെ കരുണമോടെ കുഞ്ഞുപോയ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കണോ? എനിക്കാരെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാ അവൾ അനുഭവിക്കുന്നത്. അമ്മയുടെ പിറന്നാൾ ദിവസം എന്താ സംഭവിച്ചെന്ന് കേൾക്കണോ നിങ്ങക്ക്? അത് ഞാൻ പറയാം. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് രണ്ടാക്കും പറഞ്ഞു തരണം. അമ്മയുടെ പിറന്നാളിന്റെ ഇവിടെ ഉമ്മറത്ത് ചില സംഭവങ്ങൾ നടന്നപ്പോ നിങ്ങളൊക്കെ കരുണയുടെ ഒപ്പം പിന്നാമ്പുറത്തായിരുന്നു. അതുകൊണ്ട് ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ല. അതാ അറിയിച്ചു തരാന്ന് ഞാൻ പറഞ്ഞത്. ഹരി ഓം ഹരി ഓം ഹരി ഓം. അയ്യോ, ഇതിനൊട്ടും തണുപ്പില്ലല്ലോ. എനിക്ക് തണുത്തുറഞ്ഞ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിലെ പായസം ഇരിപ്പുണ്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലെ തണുത്ത പായസം കിട്ടിയല്ലോ. ഇനി ഇതിനകത്തുള്ള പായസം രണ്ടാളും കൂടി പകുത്തു കുടിക്കേ. അടുക്കളയിൽ ഇരിക്കുന്ന പായസം അമ്മ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്ക്. വെച്ചേക്കാം മോളെ. എത്രയും പെട്ടെന്ന് അതെടുത്ത് വെക്കമേ. അല്ലെങ്കിൽ ഇനി അവള് വരുമ്പോ അവളുടെ പായസം എടുത്തു എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കും. ശരി മോളെ. കേട്ടല്ലോ, ഇതാണ് നടന്നത്. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്റെ കുഞ്ഞ് തണുക്കാനായിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്ന പായസം ഇവളെടുത്ത് ആ സ്വാമിക്ക് കൊടുത്തു. എന്നിട്ട് ഇവള് കുടിക്കാൻ വെച്ചിരുന്ന എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലും വെച്ചു. അതെ, അങ്ങനെ തന്നെയാ സംഭവിച്ചത്. എന്തായാലും ഞങ്ങൾ കുടിക്കാൻ വെച്ച ആ പായസത്തില് ഞങ്ങൾ വിഷം കലർത്തില്ലല്ലോ. പിന്നെ പായസത്തിൽ നിന്ന് വിഷം ചെന്നിട്ടാണ് കുഞ്ഞു പോയതെങ്കിൽ പിന്നെ ആരാ അതിൽ വിഷം ചേർത്തത്? അത് എന്നോടാണോ ചോദിക്കുന്നേ? നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്?
അടുക്കളയിൽ വന്ന് കരുണ പായസം രണ്ടായി പകുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഡേ, നീ മിണ്ടരുത്. അടിക്കും. തൊട്ടു പോരുത് എന്റെ അമ്മ. അമ്മയുടെ പിറന്നാൾ ദിവസം കണ്ണേട്ടനെ കൂട്ടി ഞാൻ ഇവിടെ വരുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു. പല രീതിയിൽ ഞങ്ങളെ കൊല്ലാൻ നോക്കി. എന്നിട്ട് അതൊന്നും നടക്കാതെ വന്നപ്പോ നിരാശ പൂണ്ട് നിങ്ങളൊക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എന്നുവെച്ചാ കൊച്ചുമോളുടെ കുഞ്ഞിനെ അവളുടെ വയറ്റി വെച്ച് തന്നെ നശിപ്പിച്ചൊടുക്കിയത് നിങ്ങളെല്ലാം കൂടെ തന്നെയാന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. കരുണയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആള് നീയാ. അത് 100% സത്യമാ. എന്റെ മനസ്സെന്താണെന്ന് എന്നെക്കാ നന്നായിട്ട് നിങ്ങൾക്കാണോ അറിയാവുന്നത്? എന്തായാലും ഞാനും അമ്മയും കണ്ണേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രതികൾ മറ്റു 3 പേരാ. കുഞ്ഞു പോയ സങ്കടത്തിൽ കിടക്കുന്ന കരുണ ഉൾപ്പെടെ. നീ കൂടുതലൊന്നും സംസാരിക്കരുത്. നിനക്ക് മുമ്പേ നിന്റെ അനിയത്തി അമ്മയാവുന്നത് അങ്ങേയറ്റം വേദനയോടെ കണ്ടോളാണ് നീ. അതിനൊരു അവസരം വന്നപ്പോ അത് നീ അങ്ങ് മുതലാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും തെറ്റൊന്നും ചെയ്യാത്തോണ്ട് ഇതിനെതിരെ സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ഞങ്ങളെക്കാളും വ്യക്തമായിട്ട് അറിയാവുന്നവരാ നിങ്ങളൊക്കെ. ഒരു സ്വാമി ഇവിടെ വന്നിരുന്നു പറഞ്ഞല്ലോ, അവനാണ് ആ പായസത്തിൽ വിഷം കലർത്തിയതെങ്കിലോ? ശരിക്കും പറഞ്ഞാ അവനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടേ? അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യ്, കേസ് നടക്കട്ടെ. എന്നിട്ട് അവസാനം പ്രതികൾ ആരാണെന്ന് വെച്ചാ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അല്ലാതെ നിരപരാധികളെ തല്ലാനും കുറ്റപ്പെടുത്താനും നടക്കരുത്. നീ കൂടുതൽ വാചോടിക്കല്ലേ? നിനക്കൊരു കൊലയാളിയുടെ മനസ്സുണ്ട്. ആ കൊലയാളിയാ എന്റെ മോളുടെ കുഞ്ഞിനെ കൊന്നത്. അങ്ങനെ കൊലയാളിയുടെ മനസ്സുള്ളത് നിങ്ങൾക്കാ? അമ്മയെ സൂക്ഷിച്ചു നോക്കണ്ട. അമ്മ പറഞ്ഞത് 100% സത്യ. നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടെന്നുള്ളത് 5 വയസ്സുള്ളപ്പോ മുതൽ ഞാൻ മനസ്സിലാക്കിയതാ. ഓർമ്മയുണ്ടോ ഒന്നിച്ച് നമ്മൾ ലോറി പോയത്? അന്ന് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരു അച്ഛനെയും മകനെയും നിങ്ങളുടെ ലോറി ഇടിച്ചു തെറിപ്പിച്ചത്. അതൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ അമ്മ പോലും. ഇനി ബാക്കി കൂടി പറയാം. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അന്ന് ബൈക്ക് ഓടിച്ചിരുന്നത് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളാ. അതായത് എന്റെ ഭർത്താവിന്റെ അച്ഛൻ. നിങ്ങളാണ് കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നത്. കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയത് നിങ്ങളാ. എന്താ മറുപടി ഇല്ലേ നിങ്ങൾക്ക്? അന്ന് എന്റെ ലോറി ഒരു ബൈക്ക് തട്ടി എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ അത് കണ്ണനും അച്ഛനും ആയിരുന്നില്ല. ആയിരുന്നില്ലേ? എന്നാ അന്നത്തെ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു കേസ് ഫയൽ ചെയ്യട്ടെ. അപ്പൊ തെളിയും സത്യം എന്താണെന്ന്. ഇന്ന് വരെ കണ്ണേട്ടനോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പറയാനൊരു അവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായ നിങ്ങൾ കോടതി കയറും. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, നിങ്ങൾ മനഃപൂർവ്വം ബൈക്കിൽ ലോറി തട്ടിച്ചതാണോന്ന്. നീ എന്തൊക്കെയാ ലക്ഷ്മി ഈ പറയുന്നേ? നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ അതില് വലിയ അത്ഭുതമൊന്നുമില്ല. എന്റെ മോളുടെ കുഞ്ഞു പോയി.
ആ നേരത്ത് പഴയ കഥകളൊന്നും പറയണ്ട. കണ്ണന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊല്ലാനും മാത്രം എനിക്ക് അയാളോട് ഒരു ശത്രുതയുമില്ല. എനിക്ക് അയാളെ അറിയത്തോലുമില്ല. അത് കണ്ണന്റെ അച്ഛനാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നേ. നിങ്ങൾ കൂടുതൽ ആളാവാൻ ശ്രമിച്ച, നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്റെയോ അമ്മയുടെയോ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച, നിങ്ങൾ പല ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. അത് ഓർമ്മിച്ച് വേണം ഇനിയുള്ള കാലം നിങ്ങൾ ജീവിക്കാൻ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചു നാൾ കഴിഞ്ഞ കുടുംബത്തിന് ഓടി നടക്കേണ്ട ഒരു കുഞ്ഞിനെയാ നിങ്ങളൊക്കെ കൊന്നത്. എന്നിട്ട് അത് മറയ്ക്കാൻ മറ്റു പല കഥകളും കെട്ടിച്ചമയ്ക്കുക അമ്മയും മോളും കൂടെ. ഒന്നും പറയണ്ടെന്ന് കരുതിയതാ, പക്ഷെ അങ്ങേര് പറയിപ്പിച്ചു. അതുപോലെ ഇനി കണ്ണേട്ടനോട് എന്തെങ്കിലും ആ സത്യം തുറന്നു പറയേണ്ടി വന്നാ അതോടെ അയാളുടെ ജീവിതം പിന്നെ ജയിലിനകത്തായിരിക്കും.